നടത്തിയ മതചടങ്ങിൽ വൻ ദുരന്തം. മതപ്രഭാഷകനായ ബാബ ഭോലേനാഥിന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 100-ലേറെ മരണം. അപകടം നടന്നത് പരിപാടി കഴിഞ്ഞ് ആളുകൾ മടങ്ങുന്നതിനിടെ. അടിയന്തര യോഗം വിളിച്ച് യോഗി ആദിത്യനാഥ്. ആഗ്ര ADGPക്കും അലിഗഡ് കമ്മീഷണർക്കും അന്വേഷണ ചുമതല. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. കേരളത്തെ ഞെട്ടിച്ച് ഒരു കൊലപാതകത്തിന് കൂടി ചുരുളഴിയുന്നു. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ യുവതി കൊല്ലപ്പെട്ടെന്ന് പോലീസിന്റെ സ്ഥിരീകരണം. മാന്നാർ സ്വദേശി കലയെ കൊന്നതിനു പിന്നിൽ ഭർത്താവ് അനിൽകുമാർ എന്ന സൂചന. നിർണായക തെളിവുകൾ ലഭിച്ചത് വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പരിശോധനയിൽ. അനിൽകുമാറിന്റെ സുഹൃത്തുക്കളായ 5 പേർ കസ്റ്റഡിയിൽ. ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കും. വഴിത്തിരിവായത് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഊമക്കത്തും തുടർന്ന് നടന്ന അന്വേഷണവും. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വ്യക്തിഹത്യയും ആക്ഷേപവാക്കുകളും കുത്തിനിറച്ച പ്രധാനമന്ത്രിയുടെ മറുപടി. രാഹുൽ ഗാന്ധിയുടേത് ബാലബുദ്ധിയെന്നും സഭയിൽ നടത്തിയതത്രയും അനുകമ്പ നേടാനുള്ള നാടകങ്ങളെന്നും മോദി. സഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല. കോൺഗ്രസ് പരാന്നജീവിയെന്നും മോദിയുടെ അതിരുകടന്ന പരാമർശം. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയോട് ക്ഷോഭിച്ച് സ്പീക്കർ ഓം ബിർള. ലോക്സഭയിൽ ഇന്നലെ നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതിനെ വിമർശിച്ച രാഹുൽ ഗാന്ധി. മോദിജിയുടെ ലോകത്ത് സത്യത്തെ പുറന്തള്ളും, എന്നാൽ ഇല്ലാതാക്കാൻ കഴിയില്ല. അവർ എന്തു വേണമെങ്കിലും എടുത്തുകളയട്ടെ, പക്ഷേ സത്യം സത്യമായിരിക്കുമെന്നും രാഹുൽ. ഒടുവിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി. കുട്ടികളുടെ ഭാവി വെച്ച് കളിച്ച ഒരാളെ പോലും വെറുതെ വിടില്ല. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയെന്നും മോദി ലോക്സഭയിൽ. നീറ്റിൽ നാളെ തന്നെ പാർലമെന്റിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ കത്ത്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തെറ്റുതിരുത്താതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഘടകം നോക്കാതെ ഓരോ പാർട്ടി അംഗവും അടിയന്തര തെറ്റുതിരുത്തലിന് തയ്യാറാകണം. സ്വയം വിമർശനം കണ്ണൂർ കാസർഗോഡ് അവലോകന യോഗത്തിൽ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ കരമന ഹരി CPM വിട്ടേക്കും. സിറോ മലബാർ കത്തോലിക്ക സഭയിലെ കുർബാന തർക്കത്തിൽ വിമതർക്ക് വിജയം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തൽക്കാലത്തേക്ക് തുടരാൻ തീരുമാനം. സന്യാസ ഭവനങ്ങളിൽ സിനഡ് കുർബാന മാത്രം. സമവായം സഭ പിളരുമെന്ന ഘട്ടമെത്തിയതോടെ. സൗദി ബാലനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 18 വർഷമായി ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകാതെ സാധ്യമായേക്കും. വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കി. ദിയാധനമായി ആവശ്യപ്പെട്ട തുകയുടെ ചെക്ക് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് കോടതി കൈമാറി. ദിയാധനത്തിനായി കേരളം ഒറ്റ മനസ്സായി സ്വരൂപിച്ചത് 34 കോടിയിലേറെ രൂപ. അദാനി ഗ്രൂപ്പിനെതിരെ റിപ്പോർട്ട് പുറത്തുവിട്ട ഹിൻഡൻബർഗിന് സെബിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. നടപടി റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമമെന്ന് ഹിൻഡൻബർഗ്. ഹാലോ ഓർബിറ്റലിൽ വിജയകരമായി പരിക്രമണം പൂർത്തിയാക്കി ആദിത്യ L1. 178 ദിവസം കൊണ്ടാണ് പേടകം ഒരു തവണ വലം വെച്ചത്. ജനുവരി 6-നായിരുന്നു ഹാലോ ഓർബിറ്റലിൽ ഇന്ത്യയുടെ സൗര ദൗത്യ പേടകത്തെ ISRO എത്തിച്ചത്.